മണിപ്പൂരിൽ സ്വതന്ത്ര സഞ്ചാരം നിഷേധിക്കപ്പെട്ടതായ പരാതിയിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇംഫാലിന്റെ അയൽ സംസ്ഥാനമായ നാഗാലാൻഡിലെ ദീമാപൂരുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 2-ൽ സുരക്ഷിതമായ യാത്ര നിഷേധിക്കപ്പെട്ട പരാതിയിലാണ് ഇടപെടൽ. കങ്പോക്പി ജില്ലയിലെ പോലീസിനോടും അധികാരികളോടും കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേരത്തെയും മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതിയിൽ ഇടപെട്ടിരുന്നു. പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഓഗസ്റ്റ് 20-ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇംഫാൽ ജില്ലാ മജിസ്ട്രേറ്റിനോടും കളക്ടറോടും പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 9-നാണ് ഇംഫാൽ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷന് മറുപടി നൽകിയത്. ഇക്കാര്യം തങ്ങളുടെ അധികാരപരിധിയിലല്ലെന്നും കങ്പോക്പി ജില്ലയുടെ അധികാരപരിധിയിലാണ് വരുന്നതെന്നുമായിരുന്നു പോലീസ് മേധാവിയുടെ മറുപടി. പിന്നാലെ കങ്പോക്പി ജില്ലാ അധികാരികളോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അടുത്ത വർഷം ജനുവരി 4-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംഫാൽ സ്വദേശിയായ അസം റോഷൻ സിംഗാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഹൈവേകളിൽ തുടരുന്ന യാത്രാവിലക്കിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മെയ്തി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ അറിയിച്ചിട്ടുണ്ട്. കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ യാത്ര തടയുന്നുണ്ടെന്നും മെയ്തി ഓർഗനൈസേഷനുകൾ പറയുന്നു. റോഡ് തങ്ങൾ തടഞ്ഞിട്ടില്ലെന്നും നിക്ഷിപ്ത താൽപര്യക്കാർ തെറ്റായ വിവരം പ്രചരിപ്പിക്കുകയുമാണെന്നും മെയ്തി ഓർഗനൈസേഷനുകൾ പറയുന്നു. അതിനിടെ 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂരിലെത്തി. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ മണിപ്പൂർ സന്ദർശനമാണിത്. ഗവർണർ അജയ് കുമാർ ഭല്ല രാഷ്ട്രപതിയെ സ്വീകരിച്ചു. വെള്ളിയാഴ്ച മണിപ്പൂർ സർക്കാർ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനെതിരെ സായുധ സംഘടനകൾ ഹർത്താലിനെ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ മണിപ്പൂരിലുടനീളം സുരക്ഷ ശക്തമാക്കി. 2023 മെയ് മുതൽ മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വംശീയാക്രമണത്തിൽ 260-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തെന്നാണ് സർക്കാർ കണക്കുകൾ.